Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Today we are trying to discuss the second session on assignment problem, that is solution of assignment problem. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ പഠിച്ചതുപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? കുറേ വർക്കേഴ്സും അവർക്ക് തന്നെ കുറേ ജോബ്സ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോ വർക്കേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർക്ക് ഏറ്റവും അവരുടെ എഫിഷ്യൻസിയുടെ ബേസിസിൽ എന്ത് അലോട്ട് ചെയ്ത് കൊടുക്കണം? ആ തന്നിരിക്കുന്ന ജോബ്സിന് അലോട്ട് ചെയ്ത് ആ അലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോബ്ലത്തെ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസൈൻമെൻറ്റ് പ്രോബ്ലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് എത്രയേ ഉള്ളൂ? തന്നിരിക്കുന്ന അസൈൻമെൻറ്റേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റ് തന്നിരിക്കുന്ന ആ അസൈൻമെൻറ്റ് ടേബിൾ ഉപയോഗിച്ച് നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ത് തരുന്നത്? ഒരു അസൈൻമെൻറ്റ് ടേബിൾ തരും അല്ലേ? എന്തൊക്കെയാണ്? നമുക്ക് പഴയ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ കണക്ക് തന്നെ വർക്കേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ജോബ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവരുടെ കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് വരും. ആ ടേബിളിനകത്തുള്ള കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റിൻ്റെ ബേസ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വർക്കേഴ്സിൻ്റെ ഓരോ ജോബ്സ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? അലോക്കേറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ നമ്മളുടെ കയ്യിലുള്ള വർക്കേഴ്സിന് അവർക്ക് അവരുടെ എഫിഷ്യൻസിയുടെ ബേസിൽ എന്ത് കൊടുക്കണം? നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ജോബ്സിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റ് ഈസ് മിനിമം. ഓരോ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ പ്രോഫിറ്റിനെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് എന്താ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? പ്രോഫിറ്റിനെ പറ്റിയാണെങ്കിൽ ആ പ്രോഫിറ്റ് എന്തായിരിക്കണം? മാക്സിമം ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റ് മിനിമം ആയിട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ദ അസൈൻമെൻറ്റ് മാക്സിമം ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ സോൾവ് ചെയ്യപ്പെടുന്നത്. അഥവാ ആ തന്നിരിക്കുന്ന വർക്കേഴ്സിന് ആ ജോബ്സ് നമ്മൾ എന്ത് കൊടുക്കണം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് ദ അസൈൻമെൻറ്റ് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ടും 4 മെത്തേഡ്സ് ആണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഈസ് എന്യൂമറേഷൻ മെത്തേഡ്. എന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ, അതായത് ഇഷ്ടംപോലെ നമ്പേഴ്സ് ഓഫ് പോസിബിലിറ്റീസ് ആണ്. ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ കുറേ വർക്കേഴ്സും കുറേ ജോബ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണ മാത്സ് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ആ വർക്കേഴ്സിൻ്റെയും ജോബ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഊഹിക്കാം അല്ലേ? ആ ഓരോ വർക്കേഴ്സിന് ചില വർക്കേഴ്സിന് ഈ വർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ വർക്ക് അപ്പോൾ എന്താ പറയുക, ആ തന്നിരിക്കുന്ന ജോബ്സിനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന വർക്കേഴ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള പോസിബിലിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ചെയ്തതിന് ശേഷം അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്യൂമറേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് പോസിബിലിറ്റീസ് നമ്മൾ നമ്പർ ചെയ്ത് എഴുതിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻ നമ്മുടെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്ലാനിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്താ നമ്മുടെ ഒബ്ജക്റ്റീവ്? ഒന്നെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക. കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്നതിന് ടൈം നമുക്കിപ്പോൾ സമയത്തിനെ ബേസ് കോസ്റ്റ് അല്ല സമയത്തിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ടൈമിനെ മിനിമൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസിനാണ് ഇപ്പോൾ സെയിൽസ്മാൻ പ്രവർത്തനം ഡിസ്റ്റൻസിനകത്തായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലത്ത് ആ ഡിസ്റ്റൻസിൻ്റെ ബേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് മിനിമം ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ടൈം മിനിമം ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കോസ്റ്റ് മിനിമം ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമം ആയിട്ട് എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ആ ഒബ്ജക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള നമ്മളുടെ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പർ ചെയ്തിട്ടുള്ള പോസിബിലിറ്റീസിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക, അത് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? എന്യൂമറേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് സിംപ്ലക്സ് മെത്തേഡ്. സോ
സോ സിംപ്ലക്സ് മെത്തേഡ് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധനം എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? 4 ടൈപ്പ് ഓഫ് സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംപ്ലക്സ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് അസൈൻമെന്റ് പ്രോബ്ലത്തിൽ നമുക്ക് ഒരു 01 പ്രോഗ്രാം ആയിട്ട് 01 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോഗ്രാം ആയിട്ട് മാറ്റുകയും അതിന് ആ LPP നമുക്ക് എന്ത് ചെയ്യാം? ആ അസൈൻമെന്റ് പ്രോബ്ലം ആയ 01 LPP നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവിടെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ LPP എടുക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും ഇപ്പോൾ ഈ നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലത്തിനകത്ത് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ എണ്ണം n ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ അസൈൻമെന്റ് പ്രോബ്ലത്തിൽ എന്തായിട്ട് മാറ്റുമ്പോൾ LPP ആയിട്ട് മാറ്റുമ്പോൾ 01 LPP ആയിട്ട് മാറ്റുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഡിസിഷൻ വേരിയബിൾസിന്റെ എണ്ണം n × n നമ്പർ ഓഫ് കൺസ്ട്രെയിൻസിന്റെ എണ്ണം n+n മാറും. അതായത് n നമ്പർ ഓഫ് വർക്കേഴ്സ് ഉള്ള അസൈൻമെന്റ് പ്രോബ്ലത്തിനെ നമ്മളൊരു 01 LPP ആയിട്ട് മാറ്റുമ്പോൾ അവിടുത്തെ ഡിസിഷൻ വേരിയബിൾസിന്റെ എണ്ണം n² അവിടുത്തെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസിന്റെ എണ്ണം 2n വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ n എന്ന് പറയുന്നത് 5 ആണെന്നിരിക്കട്ടെ. അപ്പോൾ 5 വർക്കേഴ്സ് ഉള്ളൊരു ഫേമിനെ നമ്മൾ LPP ഉപയോഗിച്ച് അല്ലെങ്കിൽ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടുത്തെ ഡിസിഷൻ വേരിയബിൾസിന്റെ എണ്ണം എത്ര വരും? 5 × 5. That is, there are 25 number of decision variables and the number of constraints will be 5 + 5. That is 10 number of constraints അവിടെ ഫോം ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ 2-3 ഡിസിഷൻ വേരിയബിൾസിനെ തന്നെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഡിസിഷൻ വേരിയബിൾസ് ഉള്ള പ്രോബ്ലങ്ങളെ തന്നെ സോൾവ് ചെയ്യാൻ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം tedious ടാസ്ക് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 25 ഡിസിഷൻ വേരിയബിൾസും 10 നമ്പർ ഓഫ് കൺസ്റ്റൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഭയങ്കര ലെങ്തി അല്ലെങ്കിൽ tedious ആയിട്ടുള്ള ഭയങ്കര ലാഗിങ് ആയിട്ടുള്ള പ്രോസസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും എന്ത് യൂസ് ചെയ്യാറില്ല? സിംപ്ലക്സ് മെത്തേഡ് അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സിംപ്ലക്സ് മെത്തേഡ് നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാം? അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാണ്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു മെത്തേഡാണ്, ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ലെങ്തി ആയതുകൊണ്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മാക്സിമം നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് കാര്യം നമ്മൾ പറഞ്ഞത്? അസൈൻമെന്റ് പ്രോബ്ലത്തിനകത്ത് n നമ്പർ ഓഫ് വർക്കേഴ്സ് ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡിസിഷൻ വേരിയബിൾസിന്റെ എണ്ണം n² നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ എണ്ണം 2n വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സിംപ്ലക്സ് മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്തായിട്ടുള്ള ലെങ്തി ടാസ്ക് ആയിട്ട് മാറുന്നു. സോ വി ആർ അവോയ്ഡിങ് സിംപ്ലക്സ് മെത്തേഡ്. സോ വി യൂഷ്വലി അവോയ്ഡ് സിംപ്ലക്സ് മെത്തേഡ് വൈൽ സോൾവിങ് അസൈൻമെന്റ് പ്രോബ്ലം. അപ്പോൾ 2 മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യുന്നത്. തേർഡ് മെത്തേഡ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ മെത്തേഡാണ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ പെർട്ടിക്കുലർ കേസ് ആണ് എന്ന് പറയുന്നത് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്തും സോൾവ് ചെയ്യാം. അസൈൻമെന്റ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു മെത്തേഡായിരുന്നു ഏത്? മോഡി മെത്തേഡ് അല്ലേ? അപ്പോൾ നമുക്ക് മോഡി മെത്തേഡ് ഉപയോഗിച്ച് എന്ത് നമുക്ക് സോൾവ് ചെയ്യാം? നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ മോഡി മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ആ മോഡി മെത്തേഡിനകത്ത് നമ്മൾ എടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ നമ്പർ ഓഫ് റോസിൻ്റെ എണ്ണം n-ഉം നമ്പർ ഓഫ് കോളത്തിൻ്റെ എണ്ണം m-ഉം ആണെങ്കിൽ അങ്ങ് തിരിച്ചെടുക്കാം. നമ്പർ ഓഫ് റോസിൻ്റെ എണ്ണം m-ഉം നമ്പർ ഓഫ് കോളത്തിൻ്റെ എണ്ണം n-ഉം ആണെങ്കിൽ അവിടെ നമ്മുടെ ആവശ്യമുള്ള അലോക്കേറ്റഡ് സെൽസിൻ്റെ എണ്ണം എത്രയായിട്ട് നമ്മൾ പറഞ്ഞു? m+n - 1 ആയിരുന്നു പറഞ്ഞല്ലേ? ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അലോക്കേറ്റഡ് സെൽസിൻ്റെ എണ്ണം എത്ര ആയിരിക്കണം? m+n - 1 ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോൾ ഇത് സാധാരണ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ അസൈൻമെന്റ് പ്രോബ്ലം ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫോർമാറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴത്തേക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? n ആണ്. നമ്പർ ഓഫ് കോളംസ് എത്ര തന്നെയാണ്? n തന്നെയാണ് അല്ലേ?
അപ്പോൾ നമ്മൾ ഈ അസൈൻമെൻറ്റ് പ്രോബ്ലം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫോമാറ്റിലാണെന്ന രീതിയിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ എന്ത് ഉപയോഗിക്കാം, മോഡി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ മോഡി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് നോക്കും, ആ സൊല്യൂഷൻ ഡീജനറേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കും അല്ലേ. അങ്ങനെ ഡീജനറേറ്റ് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഫോം ഇവിടെ പറഞ്ഞത് അല്ലേ, m+n-1 ആയിട്ട് നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസിൻ്റെ എണ്ണവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസും n എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസുമാണ്. അസൈൻമെന്റ് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിന്റെ എണ്ണം എന്ത് തന്നെയാണ്, ഈക്വൽ ആണ്. നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു അസൈൻമെന്റ് പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് റോസ് എന്നും നമ്പർ ഓഫ് കോളംസ് എന്നുമായിട്ട് എടുത്താൽ നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസ് എത്ര വേണം, ഡീജനറസ് അല്ലെങ്കിൽ n+n-1 വേണം അല്ലേ. ദാറ്റ് ഈസ് 2n-1 നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസ് അവിടെ ഉണ്ടാവണം. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്ന വേറെ നമ്മൾ ഏത് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ് ഇസ് മോഡി മെത്തേഡ്. മോഡി മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കാൽക്കുലേഷൻസ് നടത്തുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡീജനറസി എന്ന് പറയുന്ന ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസിന് അലോക്കേഷൻ വന്ന സെല്ലുകളുടെ എണ്ണം എത്ര വേണം, m+n-1 വേണം അല്ലേ. m+n-1 വേണം. ഇവിടെ m-ന്റെയും n-ന്റെയും വേണ്ടത്, അതായത് നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് n+n-1, ദാറ്റ് ഈസ് 2n-1 നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസ് എവിടെ ഉണ്ടാകണം, ആ നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലത്തിനകത്ത് ഉണ്ടാകണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞു അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 1-to-1 ബേസിസ് പ്രോബ്ലം ആണ്. അപ്പോൾ കഴിഞ്ഞ സെഷനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ആണോ ഉള്ളത് ആ ഓരോ വർക്കേഴ്സിനും ഓരോ ജോബ്സ് വീതം നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് n നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ വർക്കറിനും ഓരോ ജോബ് വെച്ച് അലോക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര ജോബ്സ് വരും, n നമ്പർ ഓഫ് ജോബ്സേ വരത്തുള്ളൂ. അതായത് ടോട്ടൽ n വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എത്ര സെല്ലുകളിൽ മാത്രമേ അലോക്കേഷൻസ് വരത്തുള്ളൂ, എത്ര ജോബ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, n ജോബ്സിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് അവിടെ അലോക്കേഷൻസ് ഉണ്ടാകുന്ന സെല്ലുകളുടെ എണ്ണം എത്രയാണ്, n ആണ്. എന്നെ വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു വർക്കറിന് ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അസൈൻമെന്റ് പ്രോബ്ലം നമ്മൾ ഫർദർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വർക്കറിന് ഒരു ജോബ് വെച്ചാണെങ്കിൽ n നമ്പർ ഓഫ് വർക്കേഴ്സിന് എത്ര ജോബ്സേ ഉണ്ടാവുള്ളൂ, n നമ്പർ ഓഫ് ജോബ്സേ ഉണ്ടാവുള്ളൂ. അതായത് n നമ്പർ ഓഫ് വർക്കേഴ്സിന് എത്ര അലോക്കേഷൻസിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ, n അലോക്കേഷൻസ് അല്ലെങ്കിൽ n സെൽസിനകത്ത് മാത്രം എന്തുണ്ടാക്കത്തുള്ളൂ, അലോക്കേഷൻസ് അഥവാ അസൈൻമെന്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് അഥവാ മോഡി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഡീജനറേറ്റ് കണ്ടീഷൻ അല്ല എന്നല്ല, ഡീജനറസി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെൽസിന്റെ അലോക്കേഷൻ എത്ര സെല്ലുകളിൽ വേണം, 2n-1 നമ്പർ ഓഫ് സെല്ലുകൾ അലോക്കേഷൻ ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം അസൈൻമെന്റ് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് അവിടുത്തെ സെല്ലുകളുടെ അലോക്കേഷൻ എത്ര സെൽസിലേ വരത്തുള്ളൂ, n നമ്പർ ഓഫ് സെല്ലുകളിൽ മാത്രമേ വരത്തുള്ളൂ. സോ നമുക്ക് പറയാം ഹിയർ n ഈസ് ഓൾവേസ് <2n-1 ആയിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മളൊരു പ്രോബ്ലം ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ മിക്ക കേസുകൾ എന്തിൻ്റെ പ്രസൻസ് വരും, ഡീജനറസി കണ്ടീഷൻ്റെ പ്രസൻസ് വരും അല്ലേ. അപ്പോൾ പിന്നെ അതിനെ റെക്ടിഫൈ നമ്മൾ എന്ത് കൊടുക്കണം, ഡെമ്മി ആയിട്ടുള്ള ഡെൽറ്റ എന്ന് പറയുന്ന അലോക്കേഷൻ നമ്മൾ കൊടുത്ത് പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, ആ പ്രോസസ് വീണ്ടും എന്തായിപ്പോവും, ലെങ്തി ആയിപ്പോവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു അസൈൻമെന്റ് പ്രോബ്ലത്തിന് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മോഡി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തിൻ്റെ പ്രസൻസ്, ഡീജനറസിൻ്റെ പ്രസൻസ് വരുന്നതുകൊണ്ട് തന്നെ ആ മെത്തേഡ് എന്തായിപ്പോവും, ലെങ്തി ആയിട്ടുള്ള മെത്തേഡ്. അപ്പം ടാസ്ക് ബിക്കം tedious. തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം, നമുക്ക് അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ പ്രോസസ്സ് ലെങ്തി ആയതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം അത് യൂസ് ചെയ്യാതെ കഴിവത് അത് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ നമ്മൾ 3 മെത്തേഡ്സിനെ പറ്റി ഇവിടെ പറഞ്ഞത്, എന്യൂമറേഷൻ മെത്തേഡ്, സിംപ്ലക്സ് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ. ഈ 3 മെത്തേഡ്സ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഫോർത്ത് മെത്തേഡ് ആസ് വെൽ ആസ് എ പ്രാക്ടിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് അസൈൻമെന്റ് പ്രോബ്ലം ഈസ് and the fourth and the most efficient method for the calculation and solution of the assignment problem is Hungarian method.
നമ്മൾ 4 മെത്തേഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് എന്യൂമറേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് സിംപ്ലക്സ് മെത്തേഡ്, തേർഡ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹംഗേറിയൻ മെത്തേഡ്. ഈ മെത്തേഡിന്റെ പേര് വന്നത് ഒരു ഹംഗേറിയൻ സയന്റിസ്റ്റ് കോൾഡ് ഡി കോണിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ഈ മെത്തേഡ് നമുക്ക് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ടാണ് ഏത് മെത്തേഡ് പേര് വന്നത്, ഹംഗേറിയൻ മെത്തേഡ് എന്ന പേര് വന്നത്. സോ ഈ ഹംഗേറിയൻ മെത്തേഡാണ് സാധാരണ നമ്മൾ സാധാരണ അത് സിമ്പിൾ ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻറ്റ് അതുപോലെ തന്നെ വളരെ സിമ്പിളുമായിട്ടുള്ള മെത്തേഡാണ് എന്ന് പറയുന്നത് ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റെപ്സും അതിൻ്റെ ഓരോ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള അടുത്ത കുറേ ക്ലാസ്സുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹംഗേറിയൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ അത്രയൊന്നും അത്രയും എന്താ പറയുന്നത് അത്രയും പാടുള്ള മെത്തേഡൊന്നും അല്ല. അത് വളരെ സിമ്പിളായിട്ട് അറ്റ് ദ സെയിം ടൈം മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടൊരു മെത്തേഡാണ് എന്ന് പറയുന്നത് ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് മെട്രിക്സിനെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് ടേബിളിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടേബിളായിട്ട് നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കുറച്ച് റോസ് ആൻഡ് കോളംസ് നമ്മൾ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിന് റോ ആൻഡ് കോളത്തിലെ മാനിപ്പുലേഷൻസ് മാത്രമേ മാനിപ്പുലേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ആ ഓരോ ജോബ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുത്ത് അസൈൻമെന്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. നമ്മളിവിടെ ചെയ്യുന്നത് ഹംഗേറിയൻ മെത്തേഡിന് അത് സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹംഗേറിയൻ മെത്തേഡ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് അതിൻ്റെ സ്റ്റെപ്സും നമുക്ക് തന്നെ അതിന് ബാക്കിയുള്ള ക്ലാസ്സിൽ തന്നെ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധികം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാത്തത്. സോ ഇവിടെ ഈ സെഷനകത്ത് നമ്മൾ പഠിച്ചത് ജസ്റ്റ് മെത്തേഡ്സ് ഫോർ സോൾവിങ് അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റി പഠിച്ചത്. നമ്മൾ 4 മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് എന്യൂമറേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് സിംപ്ലക്സ് മെത്തേഡ്, തേർഡ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹംഗേറിയൻ മെത്തേഡ്. ഇതിനകത്ത് ഫസ്റ്റ് 3 മെത്തേഡ്സ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമുക്ക് ഓരോ പോസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഗസ് ചെയ്തെടുത്തതിന് ശേഷം ആ ഗസ് എടുക്കുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് നമുക്ക് തോന്നുന്നൊരു പോസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ സ്റ്റേബിൾ അല്ലാത്തൊരു മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ മാക്സിമം കഴിവത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് എന്യൂമറേഷൻ മെത്തേഡിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കൂടാതെ സിംപ്ലക്സ് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്നിവയുടെ ഡ്രോബാക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹംഗേറിയൻ മെത്തേഡ് എന്താ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും പ്രോബ്ലംസ് നമ്മൾ ഫർദർ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇന്നത്തെ ഈ സെഷനിൽ സൊല്യൂഷൻ ഓഫ് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞ ഈ സെഷനിൽ ലെക്ചർ നോട്ട്സ് നിങ്ങൾ ഹോം അസൈൻമെന്റ് ആയിട്ട് എഴുതി എനിക്ക് എന്ത് ചെയ്യുക വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.